വെൽക്കം സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫേമസ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോറിയർ തിയറം ആണ്. ഫോറിയർ സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജോസഫ് ഫോറിയർ എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനാണ്. ഫോർ ദ പർപ്പസ് ഓഫ് സോൾവിങ് ദ ഹീറ്റ് ഇക്വേഷൻ ഇൻ മെറ്റൽ പ്ലേറ്റ്. He showed that any periodic motion of a particle can be represented as a combination of simple harmonic motions. കോമ്പിനേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ആയിട്ട് ഒരു സ്ക്വയർ വേവോ സോട്ടൂത്ത് വേവോ ഒക്കെ റെപ്രസെൻ്റ് ചെയ്യാവുന്നതാണ്. തിയറം പറയുന്നത് ഫോറിയർ തിയറം പറയുന്നത് ഏതൊരു പീരിയോഡിക് ഫങ്ഷനും അത് കണ്ടിന്യൂസ് ആണ് എങ്കിൽ അതിനെ ഒരു സം ഓഫ് സൈനിൻ്റെയോ കോസിൻ്റെയോ ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യാവുന്നതാണ്, വിച്ച് ഇസ് കോൾഡ് ഫോറിയർ സീരീസ്, ആൻഡ് ഈച്ച് ഓഫ് വിച്ച് ഹാസ് എ സ്പെസിഫിക് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് കോഎഫിഷ്യൻസ് നോൺ ആസ് ഫോറിയർ കോഎഫിഷ്യൻറ്റ്. ഫോറിയർ തിയറത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്? എനി ഫൈനൈറ്റ് സിംഗിൾ വാല്യൂഡ് പീരിയോഡിക് ഫങ്ഷൻ whatever can be expressed as a summation of simple harmonic terms which have frequencies being integral multiples of the given function. അപ്പോൾ ഈ ഒരു ഫോറിയർ തിയറം ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ ഹാർമോണിക് ടേംസ് എന്ന് പറയുന്നത് സൈനും കോസും ഒക്കെയാണ്. അതിൻ്റെ കോമ്പിനേഷനായോ അതെയോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മാത്തമാറ്റിക്കലി y ഈക്വൽ ടു ആ ഫങ്ഷൻ എ ഫങ്ഷൻ എഫ് ഓഫ് ഒമേഗ ടി, ഈ ഒമേഗ ടിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന എനി ഫങ്ഷൻ ആണ് എങ്കിൽ ഫോറിയർ തിയറം ഉപയോഗിച്ചിട്ട് അതിൻ്റെ എക്സ്പാൻഷൻ എങ്ങനെ എഴുതാം? y ഈക്വൽ ടു a0 പ്ലസ് a1 സൈൻ ഒമേഗ ടി പ്ലസ് a2 സൈൻ 2 ഒമേഗ ടി പ്ലസ് എക്സെട്ര അപ് ടു ar സൈൻ r ഒമേഗ ടി പ്ലസ് b1 cos omega t plus b2 cos 2 omega t plus etc. up to br cos r omega t. അതായത് ഇതൊരു കോമ്പിനേഷൻ ഓഫ് സൈൻ ടേമും കോസ് ടേമും ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എയുടെ കോഎഫിഷ്യൻസ് 0 ആണെങ്കിൽ നമുക്കിവിടെ കോസിൻ്റെ ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ബിയുടെ ടേംസ് 0 ആണെങ്കിൽ നമുക്ക് സൈനിൻ്റെ ടേമും കോൺസ്റ്റൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. കോമ്പിനേഷൻ ഓഫ് സൈനിൻ്റെയും കോസിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു സീരീസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വൈയെ സമ്മേഷൻ്റെ ഫോമിൽ എഴുതുകയാണെങ്കിൽ y ഈക്വൽ ടു a0 പ്ലസ് സമ്മേഷൻ r ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ar സൈൻ r ഒമേഗ ടി പ്ലസ് സമ്മേഷൻ r ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി br കോസ് r ഒമേഗ ടി. r എന്ന് പറയുന്നത് 1 2 3 എക്സെട്ര. ദ ഫങ്ഷൻ f ഓഫ് ഒമേഗ ടി ഇറ്റ് ഈസ് എ instantaneous displacement of the periodic vibration of frequency omega by 2 pi. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ്, ഈ ഒരു പീരിയോഡിക് വൈബ്രേഷൻ ഓഫ് ഫ്രീക്വൻസിയുടെ ടൈം പീരീഡ് ടി എന്ന് പറയുന്നത് 2 pi by ഒമേഗ ആയിട്ട് എഴുതാം. ദ സൈൻ ആൻഡ് കൊസൈൻ കോമ്പണൻസ് ഓഫ് പീരിയോഡിക് വൈബ്രേഷൻസ് ഹാവ് ഫ്രീക്വൻസീസ് വിച്ച് ആർ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ഒമേഗ ബൈ 2 pi. ഈ ഒരു ഫോറിയർ തിയറത്തിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ്റെ കോഎഫിഷ്യൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് a0 എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. a0 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഫോറിയർ തിയറത്തിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിൽ നമുക്ക് ഒരു ഇൻ്റഗ്രേഷൻ നടത്താം. ഇൻ്റഗ്രൽ ഫ്രം 0 ടു t ഫോർ 1 കംപ്ലീറ്റ് സൈക്കിൾ. അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വൈയെ ഇൻ്റഗ്രേറ്റ് ചെയ്തു, അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും ഇൻ്റഗ്രേഷൻ കൊടുത്തു ഓവർ 1 കംപ്ലീറ്റ് സൈക്കിൾ. അപ്പോൾ ഇതിൽ ARൻ്റെ ടേം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സെക്കൻഡ് ടേം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രേഷൻ നമുക്കറിയാം. ഇൻ്റഗ്രൽ ഓഫ് സൈൻ എങ്ങനെയാണ് വരിക? ഇൻ്റഗ്രൽ ഓഫ് സൈൻ എന്ന് പറയുന്നത് AR ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ സൈനിൻ്റെ ഇൻ്റഗ്രേഷൻ കോസ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ r ഒമേഗ ടി എന്ന് പറയുന്നത് കോസ് r ഒമേഗ ടി ബൈ r ഒമേഗ. അതിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കോസ് r ഒമേഗ ടി മൈനസ് കോസ് 0 എന്ന് കിട്ടും. ഒമേഗ ടി എന്ന് പറയുന്നത് നമുക്ക് 2 പൈ എന്ന് മാറ്റി എഴുതാവുന്നതാണ്. അതായത് കോസ് 2r പൈ മൈനസ് കോസ് 0. നിങ്ങൾക്കറിയാം കോസ് 0 1 ആണ്, കോസ് 2 പൈ 1 ആണ്. അപ്പോൾ 1 മൈനസ് 1 0. അപ്പോൾ സെക്കൻഡ് ടൈം നമുക്ക് 0 ആയിപ്പോകും. അതുപോലെ തന്നെ തേർഡ് ടൈം ബി കോഎഫിഷ്യൻസ് വരുന്ന ടൈം നമുക്ക് കോസിൻ്റെ ഇൻ്റഗ്രലിൽ അറിയാം സൈനാണ്. ഇതേപോലെ തന്നെ ഇൻ്റഗ്രേഷൻ ചെയ്യുകയാണെങ്കിൽ കോസിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്താൽ സൈൻ എന്ന് കിട്ടും. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സൈൻ 2 പൈ മൈനസ് സൈൻ 0 എന്ന് വരും. സൈൻ 2 പൈ നിങ്ങൾക്കറിയാം 0 ആണ്, സൈൻ 0യും 0 ആണ്. അപ്പോൾ ബിയുടെ ടേംസും 0 ആയി പോകും.
അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് ഇൻ്റഗ്രൽ a0 ഡി ടിയുടെയാണ്. a0 ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്. a0 പുറത്തെടുത്ത് എഴുതുകയാണെങ്കിൽ ഇൻ്റഗ്രൽ ഡി ടി എന്നാണ് വരിക. ഇൻ്റഗ്രൽ ഡി ടി ഈസ് നത്തിങ് ബട്ട് ക്യാപിറ്റൽ ടി. ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ a0 ഈക്വൽ ടു 1/t ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ഒമേഗ ടി ഡി ടി എന്ന് കിട്ടും. എ ആറിൻ്റെ വാല്യൂ കാണാനായിട്ട് നമുക്ക് ഫോറിയർ തിയറത്തിൻ്റെ എക്സ്പാൻഷനിൽ സൈൻ എം ഒമേഗ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഇൻ്റഗ്രേറ്റ് ഓവർ 1 സൈക്കിൾ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ടേം കൊണ്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇൻ്റഗ്രൽ 0 ടു ടി വൈ ഇൻറ്റു സൈൻ എം ഒമേഗ ടി ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു ഓരോ കോഎഫിഷ്യൻ്റിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ടേം സൈൻ എം ഒമേഗ ടി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ 3 ടേമിലും എം എന്ന് പറയുന്നത് 1 2 3 എന്ന വാല്യൂസ് വരും. ഇവിടെ 3ൽ ഫസ്റ്റ് ടേം a0യുടെ കൂടെ ഒരു സൈൻ എം ഒമേഗ ടി ഉണ്ട്. സെക്കൻഡ് ടേമിലും സമ്മേഷൻ സൈൻ ടേം കൂടാതെ ഒരു സൈൻ എം ഒമേഗ ടി വന്നു. തേർഡ് ടേമിൽ കോസിൻ്റെ ടേം കൂടാതെ ഒരു സൈനിൻ്റെ ടേമും വന്നു. അപ്പോൾ ഇവിടെ എമ്മും ആറും നോട്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എമ്മിൻ്റെ വാല്യൂ 1 2 3 എക്സെട്ര ആണ്. ആറിൻ്റെ വാല്യൂ 1 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ്. അപ്പോൾ എമ്മും ആറും നോട്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടൈമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈമിൽ എം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓവർ 1 സൈക്കിൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 0 എന്നാണ് കിട്ടിയത്. ഇൻ്റഗ്രൽ ഓഫ് സൈൻ തീറ്റ ഫ്രം 0 ടു 2π എന്ന് പറയുന്നത് 0 തന്നെയാണ്. ഇനി സെക്കൻഡ് ടൈം സൈൻ എം ഒമേഗ ടി ഉണ്ട്, സൈൻ ആർ ഒമേഗ ടി ഉണ്ട്, 2 ടേംസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അറിയാം. സൈൻ എ സൈൻ ബി എന്ന് പറയുന്നതിൻ്റെ ഹാഫ് കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി എന്നാണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഈ സൈനിൻ്റെ 2 ടേമിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ കോസ് എം മൈനസ് ആർ ഒമേഗ ടി മൈനസ് കോസ് എം പ്ലസ് ആർ ഒമേഗ ടി ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. 2 ടേംസ് ആയിട്ട് കിട്ടും. 2 ടേംസിനെ സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് എം മൈനസ് ആർ ഒമേഗ ടി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ എം മൈനസ് ആർ ഒമേഗ ടി ബൈ എം മൈനസ് ആർ ഒമേഗ. അടുത്ത ടേം സൈൻ എം പ്ലസ് ആർ ഒമേഗ ടി ബൈ എം പ്ലസ് ആർ ഒമേഗ ഫ്രം ടി ഈക്വൽ ടു 0 ടു ടി ഈക്വൽ ടു ക്യാപിറ്റൽ ടി ഓവർ എ സൈക്കിൾ. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ ടി എന്ന് പറയുന്നത് 2π ആണ്. അപ്പോൾ സൈൻ 2π മൈനസ് സൈൻ 0 പിന്നെ സൈൻ അഗെയിൻ സൈൻ 2π മൈനസ് സൈൻ 0 എന്ന് വരും. അപ്പോൾ ഇൻ എഫക്റ്റ് ഇതിൻ്റെ ഈ സെക്കൻഡ് ടേം നമുക്ക് 0 ആയി പോകും. തേർഡ് ടേമിൻ്റെ ഇൻ്റഗ്രേഷൻ കാണാം. തേർഡ് ടേമിലും നമുക്ക് എന്താണ് സൈനിൻ്റെയും കോസിൻ്റെയും 2 ടേമുകളാണുള്ളത്. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉപയോഗിക്കാം. സൈൻ എ കോസ് ബി എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഹാഫ് സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ 2 സൈനിൻ്റെ ടേമുകൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ഫോർ 1 കംപ്ലീറ്റ് സൈക്കിൾ. അപ്പോൾ ഇത് 2നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈൻ ടൈമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസിൻ്റെ ടേമാണ് വരിക. അപ്പോൾ കോസ് 2π മൈനസ് കോസ് 0 എന്ന് വരും. 2 സെപ്പറേറ്റ് ടേമുകൾ. അപ്പോൾ 1 മൈനസ് 1 അഗെയിൻ ആ ടേമും 0 ആയിപ്പോയി. അപ്പോൾ ഈ 3 ടേമുകളുടെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഫൊറിയർ തിയറത്തിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് 0 എന്നാണ് കിട്ടുക. എന്തായിരുന്നു കണ്ടീഷൻ? എം നോട്ട് ഈക്വൽ ആയിരിക്കുമ്പോൾ, എമ്മും ആറും നോട്ട് ഈക്വൽ ആയിരിക്കുമ്പോൾ. ഇനി എമ്മും ആറും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടേം നമുക്ക് സൈൻ സ്ക്വയർ എന്ന് എഴുതാവുന്നതാണ്. ഫസ്റ്റ് ടേമും തേർഡ് ടേമും 0 ആയി പോകും. സെക്കൻഡ് ടേമിൽ എ ആർ സൈൻ സ്ക്വയർ ആർ ഒമേഗ ടി എന്ന് വരും. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റയെ നമുക്ക് 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്ന് മാറ്റി എഴുതാം. 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്നതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് എ ആർ ബൈ 2 ഔട്ട് സൈഡാണ്. 1/2നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താണ്? ഡി ടിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടി ആണ് വരിക. ടി മൈനസ് ഒരു അനദർ സൈൻ ടേം. അപ്പോൾ ഇവിടെ സൈൻ ടൈം പിന്നെയും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ആയി പോകും. റിമൈനിങ് ടിക്ക് നമുക്ക് ക്യാപിറ്റൽ ടിയും അപ്പർ ലിമിറ്റ് ക്യാപിറ്റൽ ടിയും ലോവർ ലിമിറ്റ് 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ ആർ ക്യാപിറ്റൽ ടി ബൈ 2 എന്ന റിസൾട്ട് കിട്ടും. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ആർ ആണ്. ഇക്വേഷൻസ് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എ ആർ ഈക്വൽ ടു 2/t ഇൻ്റഗ്രൽ 0 ടു ക്യാപിറ്റൽ ടി വൈ സൈൻ 2π RT/t dt എന്ന് കിട്ടും.
എ ആറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെയാണ് ബി ആറിൻ്റെ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ബി ആറിൻ്റെ കാണാനായിട്ട് നമ്മൾ സൈനിന് പകരം കോസ് എം ഒമേഗ ടി കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേഷൻ നടത്തുക. ഇവിടെ എമ്മും ആറും രണ്ട് വേരിയബിൾസ് ഉണ്ട്. എമ്മും ആറും നോട്ട് ഈക്വൽ ആയിരിക്കുമ്പോൾ എന്തൊക്കെയാണ്, ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം 0 ആയി പോകും, തേർഡ് ടേമും 0 ആയി പോകും. അപ്പോൾ എമ്മും ആറും നോട്ട് ഈക്വൽ ആയിരിക്കുമ്പോൾ നമുക്ക് ഈ 3 ടേംസും 0 ആയി പോകുന്നു. ആറും ഈക്വൽ ആയിരിക്കുമ്പോഴോ നമുക്കിവിടെ ഒരു ഫസ്റ്റ് 2 ടേം 0 ആയിട്ട് തേർഡ് ടേമിൽ കോസ് സ്ക്വയർ എന്ന് വരുന്നു. അതായത് ബി ആർ എന്ന കോഎഫിഷ്യൻറ്റിനോട് ചേർന്ന് കോസ് സ്ക്വയർ ആർ ഒമേഗ ടി എന്നാണ് കിട്ടുക. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റയെ നമുക്ക് കോസ് 2 തീറ്റയുടെ ടേമിലേക്ക് 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 എന്നുള്ള ഫോമിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ ഇവിടെ കോസിൻ്റെ ടേം ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈനാണ് കിട്ടുന്നത്. അതിന് ലിമിറ്റ്സ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആ ടേം 0 ആയി പോകും. അപ്പോൾ ഇവിടെ ഒരു ഹാഫ് ഡി ടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടി എന്ന വാല്യൂ, അപ്പോൾ നമുക്ക് ടോട്ടൽ ഫോറിയർ തിയറത്തിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിൽ നമുക്ക് ബി ആർ ടി ബൈ 2 എന്ന് കിട്ടും. റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ കോഎഫിഷ്യൻറ്റ് ബി ആർ ഈക്വൽ ടു 2 ബൈ ടി ഇൻ്റഗ്രൽ 0 to t y cos 2 pi r t by t dt എന്ന് കിട്ടും. Let's conclude the point. Fourier series may be used to represent periodic functions as a linear combination of sine and cosine functions. If f of omega t is a periodic function of period t, then under certain condition its Fourier series is given by y equal to a0 plus summation r equal to 1 to infinity ar sin r omega t plus summation r equal to 1 to infinity br cos r omega t, where r equal to 1, 2, 3 etc. and t is the period of function. AR and BR are called Fourier coefficients, and A0 equal to 1 by t integration over 0 to t f of omega t dt, and AR equal to 2 by t integral from 0 to t y sin 2 pi r t by t dt. BR equal to 2 by capital T integration from 0 to t y cos 2 pi r t by capital T dt. If f of x is a periodic function of variable x of period L, then the Fourier series can be rewrite as y equal to a0 plus summation r equal to 1 to infinity ar sin 2 pi r x by L dx plus summation r equal to 1 to infinity br cos 2 pi r x by L dx, where a0 equal to 1 by L integration from 0 to L f of x dx, ar equal to 2 by L integration from 0 to L f of x sin 2 pi r x by L dx, br equal to 2 by L integration from 0 to L f of x cos 2 pi r x by L dx. Fourier analysis is applicable to only periodic functions which satisfies the following conditions. The function should be single valued and the function should always finite. Single valued means that at any instant of time the displacement has only one value. The displacement during oscillation should always be finite and it should not be infinite at any time. The function should have a finite number of maxima and minima during one time period t. Also, function should not have an infinite number of discontinuities. Try to work out the self-assessment questions given here. Okay, thank you.